ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് എഗ് ചില്ലിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 6 പീസ് ബ്രെഡ് ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഈ പാനിൽ മുഴുവനായിട്ടും ഈ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ പാനിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ബ്രെഡെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ഒരു ഭാഗമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാനിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ബ്രെഡ് കണ്ടോ, 2 ഭാഗവും നല്ലപോലെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ബ്രെഡ് എഗ് ചില്ലി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ ഉള്ളിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു മസാല നമുക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇത്രയും വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിൽ 2 എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇച്ചിരി മധുരവും പുളിയും എരിവൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അട്ടർ ഐറ്റം തന്നെയാണിത്. ഇപ്പോൾ ഈ ഒരു എഗ് മസാല കണ്ടോ, നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ബ്രെഡിലെല്ലാം ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ബ്രെഡും മുട്ടയൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ലാസ്റ്റ് ഇനി ഞാൻ ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2-3 മിനിറ്റ് കൂടി ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി. ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് എഗ് ചില്ലി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പൈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് എഗ് ചില്ലി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.